മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടയിൽ എ.ഡി. തോമസിനെയും അജയ് ജൂവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിൽ പിണറായിയുടെ ഗൺമാന്മാർക്കെതിരെ കുരുക്ക് മുറുകും. വീണകിടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞ് വീണ്ടും തലക്കടിച്ച ഗൺമാന്മാരായ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവർക്കെതിരെ വധശ്രമത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്താനാണ് നീക്കം. ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൈവിരലിനും പൊട്ടൽ ഏറ്റിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കൃത്യമായി രേഖപ്പെടുത്തിയാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കേണ്ടി വരാനാണ് സാധ്യത. ഡിസംബർ 15 ജനാധിപത്യത്തിന് നിരക്കാത്ത ക്രൂരമായ മർദ്ദനം അരങ്ങേറിയത്. മുഖ്യമന്ത്രി ഉൾപ്പെട്ട നവകേരള ബസ് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കടന്നുപോയപ്പോൾ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച KSU ജില്ലാ പ്രസിഡന്റ് എ.ഡി. തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും ലോക്കൽ പോലീസ് തടഞ്ഞു. പോലീസിന് വഴങ്ങിയ പ്രവർത്തകർ നടന്നു നീങ്ങുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ സഞ്ചരിച്ച വാഹനം നിർത്തുന്നു. അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിൽ ലാത്തിയുമായി എത്തിയ അവരുടെ ആദ്യ അടി വീഴുന്നത് അരൂർ എസ്.ഐയുടെ ശരീരത്തിലായിരുന്നു. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി ഗൺമാന്മാർ അടിച്ചു. അടിയിൽ തോമസിന്റെ തല പൊട്ടി ചോരയൊഴുകി. എന്നിട്ടും മർദ്ദനം തുടർന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം നിർത്താതെ കടന്നു പോകേണ്ട അകമ്പടി വാഹനത്തിലെ ഉദ്യോഗസ്ഥരാണ് നിയമം ലംഘിച്ച് പുറത്തിറങ്ങി ആയുധങ്ങൾ ഉപയോഗിച്ച് നിരായുധരായ പ്രവർത്തകരെ മർദ്ദിച്ചത്. അടി തടയുന്നതിനിടയിൽ സിവിൽ പോലീസ് ഓഫീസറുടെ കൈവിരലിലെ എല്ലിനും അന്ന് പൊട്ടലേറ്റു. എന്നാൽ ജനറൽ ആശുപത്രിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകിയ ശേഷം പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്താതെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. പരാതിയുമായി സൗത്ത് പോലീസിൽ അടിയേറ്റവർ കയറിയിറങ്ങിയെങ്കിലും കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ കോടതി ഇടപെട്ടു. പലതവണ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിട്ടും അനിൽ കല്ലിയൂരോ സന്ദീപോ ഹാജരായില്ല. ഇതിനിടയിൽ പലപ്പോഴും നിയമ സംവിധാനങ്ങളെ ആകെ നോക്കുകുത്തിയാക്കി അവർ മുൻ മുഖ്യമന്ത്രിക്കൊപ്പം ആലപ്പുഴയിൽ വന്നുപോയി. ഒടുക്കം സൗത്ത് പോലീസ് ഗതികെട്ട് തിരുവനന്തപുരത്തെത്തി VIP പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി. എ.ഡി. തോമസിന്റെ തലയിൽ വലിയ ലാത്തി കൊണ്ട് ആവർത്തിച്ചടിച്ച് തല പൊട്ടി ചോരയൊലിച്ചിട്ടും ജാമ്യം കിട്ടുന്ന നിസ്സാര വകുപ്പുകൾ മാത്രമാണ് സൗത്ത് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളം മുഴുവൻ കണ്ട മർദ്ദന ദൃശ്യങ്ങൾ പോലീസിന് മാത്രം ലഭ്യമായില്ല എന്ന നുണ പറഞ്ഞ് കേസ് എഴുതിത്തള്ളി. സംഭവ സ്ഥലത്ത് അന്നുണ്ടായിരുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ മൊഴി നൽകുകയും ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടും സൗത്ത് പോലീസ് കേസ് അട്ടിമറിച്ചു. അന്നത്തെ സംഭവം ഞാൻ കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥന് എന്റെ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും അവിടെ നടന്ന സംഭവം കൃത്യമായി ഞാൻ പറയുകയും ചെയ്തതാണ്. പക്ഷേ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നത് അങ്ങനെ ദൃശ്യം ഇല്ലെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. പക്ഷെ അത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിൽ അന്വേഷിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്ത കാര്യമായിപ്പോയി. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ കേസ് പുനരന്വേഷിക്കപ്പെടുമ്പോൾ വീണുകിടന്ന പ്രവർത്തകരുടെ തലതല്ലിപ്പൊളിച്ച പോലീസ് ഉന്നതർക്കെതിരെ വധശ്രമത്തിന്റെ കുരുക്ക് മുറുകുമെന്ന് ഉറപ്പിക്കാം. കൈവിരലൊടിഞ്ഞ പോലീസുകാരിൽ നിന്നുകൂടി അന്വേഷണ സംഘം വിവരം തേടിയാൽ പുറം ലോകം അറിയാതെ പോയ മർദ്ദനത്തിന്റെ പുതിയ കഥകൾ കൂടി പുറത്തുവരും. ഒരു കേസ് എങ്ങനെ ഒതുക്കി തീർക്കണമെന്നും എങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തണമെന്നും കേരള പോലീസിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മറഞ്ഞുകിടക്കുന്ന സത്യത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.